എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അഡ്മിഷൻ കിട്ടിയവർ എന്ത് ചെയ്യണം? അഡ്മിഷൻ ഫീ ആയ മാൻഡറ്ററി ഫീ നിർബന്ധമായും അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഫീസ് സംബന്ധിച്ചുള്ള വിവരങ്ങളും ജനറൽ കാറ്റഗറിക്ക് 990 SC/ST കാറ്റഗറിക്ക് 925 രൂപയുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ അഡ്മിഷൻ എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. നടപടികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ്? ജൂൺ 14. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും മറക്കല്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് മുൻപേ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻസിൻ്റെ ഭാഗത്ത് UG അഫിലിയേറ്റഡ് കോളേജസ് ആൻഡ് പ്രോഗ്രാം എന്ന ലിസ്റ്റിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഐഡിയും ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തിൽ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും വെരിഫിക്കേഷൻ കോഡും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും. കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു. ഇനി സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് മാൻഡറ്ററി ഫീ അടയ്ക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം സാധിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചത്. നിങ്ങൾക്ക് പ്രൊഫൈലിൽ തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഫൈലിൽ തന്നെ മാൻഡറ്ററി ഫീ അടയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ ലഭിച്ചവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതായത് അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ മാൻഡറ്ററി ഫീ അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് ഏതാണ്ട് 990 രൂപയാണ് ഫീസ്. SC/ST വിഭാഗത്തിന് 925 രൂപയുമാണ് ഫീസ് എന്ന് ഓർത്തിരിക്കുക. അഡ്മിഷൻ നിങ്ങൾ എടുക്കാൻ സ്കൂളിൽ ഹാജരാവേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും. അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ കോളേജിൽ ഹാജരാവേണ്ടത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 14 പ്രസിദ്ധീകരിക്കുക. ഏതായാലും വിദ്യാർത്ഥികളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡ്, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.